വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ 2ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ രൂരു. എന്താ നിങ്ങളെ രൂരു നമ്മൾ 1ാമത്തെ പാഠം പഠിച്ചായിരുന്നു അല്ലേ, നീലിയുടെ. അത് നല്ലപോലെ നോട്ട് എഴുതി എടുത്തായിരുന്നോ നിങ്ങളെ? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാഠമാണ് കേട്ടോ. എന്നാൽ ചോദിക്കും ഇതോന്ന്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഹിന്ദി അധികം എടുക്കാറില്ല കുഞ്ഞുങ്ങളെ. അപ്പം ഒന്നും അറിയാൻ വയ്യാത്തവർ കേട്ടോ, ഒട്ടും ഹിന്ദിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ മാത്രം ഈ എൻ്റെ ചാനൽ കണ്ടാൽ മതി ഹിന്ദിയുടെ. കാരണം ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി ഇടുന്നതാണ് കേട്ടോ. കാരണം ഒരു വിഷയവും നമുക്ക് അറിയത്തില്ല എന്നും പറഞ്ഞിരിക്കരുത്. ഹിന്ദിയിൽ നിന്ന് കേൾക്കുമ്പോഴേ ചിലർ തിരിഞ്ഞോടുന്നവരുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമുക്ക് ജയിക്കണ്ടേ, നല്ല മാർക്ക് മേടിക്കണ്ടേ? അപ്പം ഓരോന്നിൻ്റെയും മലയാളം വെച്ചിട്ട് നമുക്ക് പറയാം. നമ്മൾ ആദ്യമേ എന്താണെന്നറിയോ നിങ്ങളെ, ഇതിനകത്തിലെ ഒരു കുറച്ച് വാക്കുകളുടെ അർത്ഥം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിനകത്തിൽ. നമ്മളെപ്പോഴും അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു പാഠം എഴുതുമ്പോൾ ഹിന്ദി ആയാലും മലയാളം ആയാലും അതിനകത്തിലെ കുറച്ച് അർത്ഥങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേരെന്താ? രൂരു എന്നാണ്. എന്താ നിങ്ങളെ? രൂരു എന്നാണ്. ചാപ്റ്റർ 2 ആണ് ഈ പാഠം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് പാഠം, അത് പദ്യമായിക്കോട്ടെ ഗദ്യമായിക്കോട്ടെ അല്ലേ, അത് എഴുതിയത് ആരാണെന്ന് അറിയണം കേട്ടോ. ഏത് പാഠവും ആയിക്കോട്ടെ, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും, എന്താ നിങ്ങളെ, ഒരു പാഠം, അത് പാട്ടായാലും കഥയായാലും അത് എഴുതിയത് ആരാണെന്ന് ആദ്യം പഠിക്കണം കേട്ടോ. എൻ്റെ തൊണ്ട വയ്യാത്തതുകൊണ്ടൊരു പറവറപ്പ് കാണും. എന്നാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് ക്ലിയറായിട്ട് എന്നെ കൊണ്ട് ഒക്കുന്ന രീതി ക്ലിയറായിട്ട് ഞാൻ പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളേട്ടോ. എൻ്റെ ചാനൽ ഞാൻ കമൻറ്റുകളെല്ലാം കാണുന്നുണ്ട് കുഞ്ഞുങ്ങളേട്ടോ. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ വിഷയത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ എൻ്റെ നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ, ഞാൻ ഇട്ട് തരാം. അതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം കൂടി ഞാൻ ഒറ്റ ലിങ്കിൽ വേണേൽ ഇട്ട് തരാം കുഞ്ഞുങ്ങളെ. വേണ്ടുന്നവർ പറയണേ. മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എല്ലാ വിഷയത്തിൻ്റെയും, ഇംഗ്ലീഷ് ഞാൻ ഇട്ടില്ല കേട്ടോ, എല്ലാ വിഷയത്തിൻ്റെയും കൂടെ കുഞ്ഞുങ്ങളെ വേണ്ടുന്നവർ ചോദിക്കണം കേട്ടോ. അപ്പം നമുക്ക് മീനിങ്ങിലോട്ട് കയറാം. ഒന്നാമത്തെ നോക്കിയേ, നമുക്ക് അർത്ഥം. ജബ്, ജാ എഴുതി മേളി വരയ്ക്കണേ. ജബ്, ജീബ, ജബ്, ജബ് എന്ന് തന്നെ. കങ്കാരുവിൻ്റെ സഞ്ചി ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നത് കങ്കാരുവിനെ കുറിച്ചാണ്. കങ്കാരുവിൻ്റെ പാഠമാണ് കേട്ടോ. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് വെച്ചാൽ സ്റ്റോറി, ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ഈ കഥ മൊത്തവും നമുക്ക് ഇന്ന് ഒറ്റ ഇതിൽ പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം മലയാളം ഒക്കെ എഴുതണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി അതിൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജബെന്ന് വെച്ചാൽ കങ്കാരുവിൻ്റെ സഞ്ചിയാവും. നിങ്ങൾ ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. കാരണം ഇനി ഇങ്ങനെയല്ല അത് ഉച്ചരിക്കുന്നതെങ്കിലോ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ലിങ്ക് ഇട്ടത് കേട്ടോ. ഞാൻ ഉച്ചരിക്കുന്നതിലോ എഴുതുന്നതിലോ ഒക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേരാം കേട്ടോ. അപ്പോൾ ഉദാസ് എന്ന് വെച്ചാൽ ദുഃഖിതൻ എന്നാണ്. രൂക്കോ എന്ന് വെച്ചാൽ നിൽക്കൂ എന്നാണ്. ടഹനി മരച്ചില്ല, മരത്തിൻ്റെ ചില്ല. ഖുദ് സ്വയം. ജഗഹ് സ്ഥലം. ഖുസ എന്ന് വെച്ചാൽ കയറി. ഖതര ആപത്ത്. അപ്പം നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ജബ് എന്ന് വെച്ചാൽ കങ്കാരുവിൻ്റെ സഞ്ചിയാണ്. ഉദാസ് ദുഃഖിതൻ. രൂക്കോ നിൽക്കൂ. ടഹനി മരച്ചില്ല. ഖുദ് സ്വയം. ജഗഹ് സ്ഥലം. ഖുസ കയറി. ഖതര ആപത്ത്. നർമ്മ മൃദുവായ. മദദ് സഹായം. മാലൂം ഹേ, മാലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ജഗതി ചേട്ടൻ പറയത്തില്ലേ പുച്ചേ മാലു, എന്താ വെച്ചാൽ മാലു എന്ന് വെച്ചാൽ അറിയാം. ഖുഷ്ബു എന്ന് വെച്ചാൽ എന്താ, സുഗന്ധം, നല്ല മണം അല്ലേ, ഫ്രാഗ്രൻസ്. ഖോംസല, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാ ഖോംസല അല്ലേ, പക്ഷിക്കൂട്. ഉഠിനെ ലായക്ക് അല്ലേ. ഉഠിനെ എന്ന് വെച്ചാൽ നമ്മളത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച പറക്കാനുള്ള ഒരു പ്രാപ്തി. ടഹനി മരച്ചില്ല. ടഹനി നമ്മൾ 2 എഴുതി അല്ലേ. അടുത്ത സിഖ എന്ന് വെച്ചാൽ പഠിക്കുക, സിഖ അല്ലേ. ദേഗി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. പഠിപ്പിക്കുമോ എന്ന് വെച്ചാൽ കഥയ്ക്കകത്തിലുള്ളതാവും. നിങ്ങൾ ഇത്രയും വാക്ക് ഞാൻ വലിച്ചു വാരി ഒന്നും തന്നിട്ടില്ല, ഉള്ളതിലേക്കും കുഞ്ഞു വാക്ക് നോക്കിയാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതും എല്ലാം കൂടാണ് കേട്ടോ. അപ്പം നമുക്ക് ടെസ്റ്റ്
പനിയാവും കുഞ്ഞുങ്ങളെ. ടെസ്റ്റ് നമുക്ക് എടുക്കാം. അതെ, ടെസ്റ്റിനകത്തിൽ ഞാൻ മലയാളവും കൂടി എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതായത് നമ്മുടെ ടെസ്റ്റ് കണ്ടോ കുഞ്ഞുങ്ങളെ, കണ്ടോ, അതിൻ്റെ മലയാളം എഴുതി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈ പാഠം എഴുതിയത് പാരോ ആനന്ദാണ്. എന്താ കുഞ്ഞുങ്ങളെ, പാരോ ആനന്ദ്. ഒന്നാമത് നോക്കിയേ, രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഒരു കങ്കാരു കുട്ടിയായിരുന്നു. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെ. ഈ രൂരു എന്ന് പറയുന്നത് ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നുണ്ടോ, സജ്ജയ്ക്കകത്ത് കിടക്കുന്ന ഉരുപ്പിടിയില്ലേ, അതാണ്ട് ഇതിന് പറയുന്നതാണ് രൂരു എന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കൂച്ചിരിക്ക ഒരെണ്ണം ഇതിനകത്ത് ഇരിക്കുന്നില്ലേ, ഇതിനെയാണ് ഈ അമ്മ വിളിക്കുന്ന പേരാണ് രൂരുമോനേന്ന്. നമ്മുടെ അമ്മമാർ നമ്മളെ വിളിക്കത്തില്ലേ, മോനെ രൂരു മോനെ അല്ലേ. കുറേ പേര് ഞാൻ വായിക്കണമെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ. കാരണം കമൻറ്റ് ബോക്സിൽ എൻ്റെ പേര് വായിക്കണേ. ഞാൻ എപ്പോഴും അത് ഓർക്കും, പക്ഷേ ലിങ്ക് ഇടാൻ നേരം ഞാൻ മറന്നുപോകും കേട്ടോ. ഞാൻ അടുത്ത മാത്സിൻ്റെ ലിങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് വായിക്കാം കേട്ടോ. ഇപ്പം നോക്കിക്കേ, ഈ രൂരുവിൻ്റെ കുഞ്ഞിനെ എന്താ കുഞ്ഞുങ്ങളെ, ഈ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ ഈ കങ്കാരു വിളിക്കുന്ന പേരാണ് എന്താ, എൻ്റെ രൂരുമോനേന്ന്, രൂരൂന്ന് കേട്ടോ. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ, ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. കങ്കാരു കെ ബച്ചോങ്കോ ജോയ്സ് കഹത്തെ ഹെ. കങ്കാരു ഈ കങ്കാരു അതിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്നത് എന്താ, രൂരു മോനെ രൂരുമോനെ എന്നാ വിളിക്കുന്നത്. പക്ഷേ എന്താ, കങ്കാരു കെ ബച്ചോങ്കോ, കങ്കാരുവിൻ്റെ കുഞ്ഞിനെ ജോയ്സ് എന്നാ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ, നമ്മളിപ്പോൾ പറയത്തില്ല മനുഷ്യൻ്റെ കുഞ്ഞ് മനുഷ്യക്കുഞ്ഞാണ് അല്ലേ, നമ്മളൊക്കെ മനുഷ്യ കുഞ്ഞുങ്ങളാണ് അല്ലേ. അത് പൂച്ചക്കുഞ്ഞിനെ പൂച്ചക്കുഞ്ഞ്, പട്ടിക്കുഞ്ഞിനെ പട്ടിക്കുഞ്ഞ്, നമ്മൾ പട്ടിയെ പല പേരിൽ നമ്മൾ വിളിക്കും അല്ലേ, പൂച്ചക്കുഞ്ഞിനെ പല പേര് വിളിക്കും. പക്ഷേ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ, ജോയ്സ്. കങ്കാരുവിൻ്റെ കുട്ടികളെ പൊതുവെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കി കുഞ്ഞിലെ, വൈസേ ഹി ജൈസേ കുത്തേക്കെ ബച്ചേക്കോ പില്ല. കുത്തേക്കെ വൈസേ ഹി ജൈസേ കുത്തേക്കെ ബച്ചേ അല്ലേ, കുത്തേക്കെ ബച്ചേ, ബച്ചോ ആണോ കുഞ്ഞുങ്ങളെ, അല്ലല്ലോ, ബച്ചേ. കുത്തേക്കെ ബച്ചേക്കോ പില്ല. നോക്കൂ കുഞ്ഞുങ്ങളെ, നായയുടെ കുഞ്ഞിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പില്ല എന്നാ അല്ലേ. നായയുടെ, പട്ടിയുടെ കുഞ്ഞിനെ അല്ലേ, പട്ടിന്ന് വിളിക്കാം, നായ എന്ന് വിളിക്കാം അല്ലേ. എന്ത് വിളിച്ചാലോ തിരിച്ചൊന്നും പറയത്തില്ല അല്ലേ. നായയുടെ കുഞ്ഞിനെ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്, പില്ല. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കങ്കാരുവിൻ്റെ കുഞ്ഞിനെ ജോയ്സ്. നിങ്ങൾക്ക് പിരിച്ചെഴുതാനൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇതിൻ്റെ പേര് മാറ്റിയിട്ടിട്ട് തരും. അപ്പം ഈ അമ്മ കങ്കാരു ഈ കുഞ്ഞിനെ വിളിക്കുന്നതാണ് രൂരു മോനെ എന്ന്. പക്ഷേ കങ്കാരുകളുടെ കുഞ്ഞിനെ ജോയ്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി കുത്തേക്കെ ബച്ചേ, പട്ടികളുടെ അല്ലെ നായയുടെ കുഞ്ഞിനെ നമ്മൾ പില്ല എന്ന, അതൊക്കെ ഓർക്കണേ കുഞ്ഞുങ്ങളെ, പരീക്ഷയ്ക്ക് ചോദിക്കും, പില്ല എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബില്ലിക്കെ ബച്ചയോ, പൂച്ചയുടെ കുഞ്ഞിനെ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്, ബിലൗട്ട എന്നാണ് കേട്ടോ. ബിലോട്ട അല്ല, ബിലൗട്ട എന്ന് തന്നെ പറയുന്നത്, ലവ് ആണ് അല്ലേ. ബിലൗട്ട കൈത്തേഹെ, ബിലൗട്ട എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ എഴുതിയേക്കുന്നത്? നമ്മൾ ഈ ബിലോട്ടാന്ന് എഴുതിയ പിന്നെ എന്തിനാന്ന് ചോദിക്കത്തില്ലയോ, ലവ് ബിലൗട്ട കേട്ടോ. അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഇത് ഇത്രയും ഓക്കെ ആണോ? എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കിക്കേ. രൂരു എന്ന് പറയുന്ന ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരു എന്ന് പറയുന്നത് കങ്കാരുവിൻ്റെ കുട്ടിയാണ് അല്ലേ. പക്ഷേ ഇവിടെ കങ്കാരുക്കോ ബച്ച, ഇവിടെ കങ്കാരുവിൻ്റെ കുട്ടികളെ പൊതുവേ നമ്മൾ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ അമ്മ കങ്കാരു പക്ഷെ അതിനെ വിളിക്കുന്നത് മോനെ രുരുമോനെ എന്നാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ വരി പറയുന്നത്, നായയുടെ കുഞ്ഞുങ്ങളെ അല്ലെ പട്ടിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ പറയുന്നത്, പില്ല എന്നാണ് പറയുന്നത്. പില്ലോ അല്ല, പില്ല അല്ലേ. ബില്ലി, നമ്മുടെ പൂച്ചയുടെ കുഞ്ഞുങ്ങളെയോ എന്താ, ബിലൗട്ട എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത രണ്ടാമത് നോക്കിക്കേതാണ്ടേ, ഇതിനകത്ത് ഈപ്പുണ്ട് ഉണ്ടോ, രണ്ട് കുഞ്ഞ് എന്താ ചെവിയൊക്കെ കാണാം. അതിൻ്റെ കൂടെ കുറേ ആൾക്കാരും ഉണ്ടല്ലേ. എന്തെങ്കിലും പരിപാടിക്ക് വല്ലതും എല്ലാവരും കൂടെ പോയതായിരിക്കും. നോക്കിക്കേ, ഉസ്കി എന്തിൻ്റെ ഉസ്കി അമ്മി ഉസേ രൂരു बुलाती थी क्योंकि वह हमेशा रोता रहता था. ഉസ്കി അമ്മി, ഇവിടെ അമ്മി എന്ന് വെച്ചാൽ അമ്മ എന്നാ കേട്ടോ. ഉസ്കി എന്ന് വെച്ചാൽ അവൻ്റെ, ഉസ്കി എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, അവൻ്റെ അമ്മി എന്ന് വെച്ചാൽ അമ്മയാണ്. അവൻ്റെ അമ്മ അവനെ രുരു ബുലാത്തീതി,
രുരു എന്ന് വിളിക്കുമായിരുന്നു അല്ലേ. അവൻ്റെ അമ്മ അവനെ രുരു എന്ന് വിളിക്കുമായിരുന്നു. ക്യോങ്കി കാരണം വഹ് ഹമേശ രോത്ത രഹത്താത അവൻ എപ്പോഴും എന്തോന്നറിയോ രോന എന്ന് വെച്ചാലും കരയുക കേട്ടോ. രോത്ത ഈ ചെറുക്കനെ എപ്പോഴും അങ്ങ് കീറില്ല, ചുമ്മാ ഇരുന്ന് ഊന്ന് കരച്ചില്ല. ചില പിള്ളേർ അങ്ങനെ അല്ലേ. ഇവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചായിരുന്നു ഈ രൂരു. എന്താ നിങ്ങളെ രണ്ടാമത്തെ അടുത്ത നമ്മുടെ പേജ് കണ്ടോ? ഈ പേജാണ്. ഈ പേജിനകത്തിലെ കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. വായിക്കാൻ അറിയാമോ? ഇത് പിന്നെ ഈ പാട്ടല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഒന്നാമത്തെ നമ്മൾ നല്ല വിശദീകരിച്ച് പഠിച്ചു, കാരണം അതൊരു പാട്ടായതുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഇതൊരു കഥയാവും കുഞ്ഞുങ്ങളെ. ഈ കഥ എന്തായാലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഇതിനകത്തിലെ സംഭവങ്ങളൊക്കെ അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പൂച്ചയുടെ കുഞ്ഞിനെ എന്താ പേര് വിളിക്കുന്നത്, പട്ടിയുടെ കുഞ്ഞിനെ എന്താ വിളിക്കുന്നത്, കങ്കാരുവിൻ്റെ കുഞ്ഞിനെ എന്താ വിളിക്കേണ്ടത്, ആ കങ്കാരു അതിൻ്റെ കുഞ്ഞിനെ എന്താ വിളിച്ചത് ഒക്കെ അതേ ഉള്ളൂ ഫസ്റ്റിന്. ഇനി രണ്ടാമത്തേത് നോക്ക് കുഞ്ഞുങ്ങളെ. അവൻ്റെ അമ്മ അവനെ രുരു എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. കാരണം എന്താണെന്നറിയോ, ഇവരെപ്പോഴും എന്തോ വെറുതെ കീ 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 എന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ് അല്ലേ. വെഹ് ഹമേശ രോത്താരേത്താഹേ അവനെ എപ്പോഴും എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. രോ ക്യോൻ രഹേഹോ രോന എന്ന് വെച്ചാൽ കരയാന്നല്ലേ. നീ എന്തിനാ ഈ കരയുന്നത് അല്ലേ. അമ്മയ്ക്ക് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമോ, അല്ലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് ജോലി ചെയ്യുമോ. ഇവിടെ കങ്കാരുവിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. കങ്കാരു അടുക്കള ജോലി ചെയ്യാതല്ല, കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. എന്താ കുഞ്ഞുങ്ങളെ, നീ കങ്കാരു അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനും വല്ലതും കഴിക്കുകയൊക്കെ വേണ്ടേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് തിരിയുമ്പോൾ എന്താ ഈ കോച്ചി ഇറക്കാൻ ഇരുന്ന് എപ്പോഴും ഇന്ന് കീറല അല്ലേ. എവിടാ സഞ്ചിക്കകത്ത കേട്ടോ, ഇത് വെളിയിൽ വന്നിട്ടില്ല. ഈ സഞ്ചിക്കകത്ത് ഇരുന്ന് കീറില്ല. ഏതാ ഈ കങ്കാരുവിൻ്റെ വയറ്റിലെ കങ്കാരുവിനെ കണ്ടിട്ടില്ലേ, അതിൻ്റെ വയറിലൊരു സഞ്ചിയുണ്ട്. ആ പടത്തിൽ കണ്ടോ? സഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് കടയിൽ കൊണ്ടുവന്ന സഞ്ചിയല്ല കേട്ടോ. കങ്കാരുവിൻ്റെ വയറ്റത്ത് ഒരു സഞ്ചി പോലെ ഉണ്ട്, അതിനകത്തിലാണ് ഈ കങ്കാരുവിൻ്റെ കുഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ സഞ്ചിയാന്നേ. ഇനി ഈ കൊച്ചി ഇതിനകത്ത് ഇരുന്ന് കരയുന്നത് കൊണ്ട് എപ്പോഴും ചോദിക്കും, എന്തിനാ നീ കരയുന്നത് അല്ലേ. വെറുതെ എന്തിനാ ക്യോ രഹേഗോ എന്തിനാ കരയുന്നത്. അമ്മ നെ ഫിർ പൂച്ച അമ്മ വീണ്ടും ചൊക്കയുടെ ഇറക്കി നീ എന്തിനാ ഈ കരയുന്നത് അല്ലേ. എന്തിനാ കരയുന്നേ. ക്യാ തുങ്കോ ബഹുത്ത് അക്കേല ലഗത്താ ഹേ ബേട്ടാന്ന് വെച്ചാ മകനെ, എടാ മോനെ, നിനക്ക് തുങ്കോ ബഹുത്ത് അക്കേല എന്ന് വെച്ചാൽ ഇവിടെ ഏകാന്തത. നിനക്ക് എന്താ എൻ്റെ ഈ സഞ്ചിക്കകത്ത് ഇരുന്നിട്ട് നിനക്ക് വല്ല ഏകാന്തത പോലും നിനക്ക് ഒന്നും തോന്നുന്നുണ്ടോ. നീ ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറി ഇരിക്കുമല്ലേ. അതാ ബേട്ടാ മകനെ, തുങ്കോ ബഹുത്തു അകേല എന്ന് വെച്ചാൽ നിനക്ക് ഈ സഞ്ചിക്കകത്ത് ഇരുന്നപ്പോൾ വല്ല അകേല എന്ന് വെച്ചാൽ നീ ഏകാന്തത ഒറ്റയ്ക്ക് അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ. ജബസേ ഏക്ക് ബാരിഷ് സി ആവാസ് ആയി. ജബസേ ഇവിടെ ജബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കങ്കാരുവിൻ്റെ സഞ്ചിയാണ് കേട്ടോ. ജബ് എന്ന് തന്നെ ജബ് കേട്ടോ. സേ ഏക്ക് ബാരിക്ക് സി ആവാസ് ആയി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഈ കങ്കാരു സഞ്ചിയിൽ നിന്നും അപ്പം ചോദിച്ചപ്പോൾ നിനക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഏകാന്തത വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ. നീ ഇതിനകത്ത് എപ്പോഴും ഇരിക്കുമല്ലയോ, നിനക്ക് വല്ല ഒറ്റപ്പടിയിൽ വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ടുണ്ടല്ലോ, അതൊരു നേർത്ത സ്വരം അവിടെ നിന്ന് ബാരിക്ക് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്തോ ഒരു നേർത്ത സ്വരം അവിടെ നിന്ന് അവിടെ ഇരുന്നുകൊണ്ട് കേട്ടു എന്നാണ്. ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം എന്നാവും നിങ്ങളെ. ആവാസ് ആയി എന്ന് വെച്ചാൽ ശബ്ദം വന്നു എന്ന് കേട്ടോ. ആയി എന്ന് വെച്ചാൽ വന്നു, അതറിയാമല്ലോ. ആയി വന്നു. ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം. ആ കങ്കാരു സഞ്ചിയിൽ നിന്ന് അപ്പോൾ എന്തോ ഒരു ശബ്ദം അല്ലേ, ആവാസ് പുറപ്പെടുവിച്ചു എന്നാണ് കേട്ടോ. മേരാ കോയി ദോസ്റ്റ് നഹി. അപ്പോൾ അതിനകത്തിരുന്ന് പറയാം, അതെ എനിക്ക് ദോസ്ത് നഹി, എനിക്ക് സുഹൃത്തുക്കളൊന്നുമില്ല, എനിക്ക് കൂട്ടുകാരും ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്ക് കയറി ഇരിക്കുവാന്ന്. ഇവന് വെളിയിൽ ഇറങ്ങി വന്നുകൂടെ അല്ലേ. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടായോ, ഇവനെന്തിനാ ഇതിനകത്ത് കയറിക്കുന്നത്, ഇവന് വെളിയിൽ ഇറങ്ങിക്കൂടെയെന്ന്. അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതാണ് മേരാ കോയി ദോസ്ത്, എനിക്കൊരു കൂട്ടുകാർ പോലും ഇല്ല കേട്ടോ. ടെസ്റ്റ് നോക്കണേ നിങ്ങളെ. ഞാനിനി എഴുതി വെച്ചേക്കുന്നതിൽ വള്ളിയും പുള്ളിയും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് നോക്കണേ കേട്ടോ. കാരണം ഈ കഥ ഇങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ടെസ്റ്റിനകത്ത് നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊന്ന് സെപ്പറേറ്റ് മാറ്റി എഴുതിയതാ. നോക്കിക്കേ കുഞ്ഞേ. അമ്മി ഖുഷിസെ ഖൂദിനെ ഫാംദനെ ലഗി. അമ്മി ഖുഷിസെ അടുത്ത അത് തന്നെയാണോ? ഓക്കെ, ഒന്നുമില്ല, ഇപ്പുറത്തെ പേജിലാണ് കേട്ടോ. പേജ് നമ്പർ 22 കണ്ടേ, ഈ പേജാണ്. ഇവരെല്ലാം കൂടെ അവിടെ സിനിമാറ്റിക് ഡാൻസ് കളിക്കുകയെന്ന് തോന്നുന്നു. നോക്കിയേ. അമ്മി ഖുഷീസെ
കൂതിനെ ഫാംദനെ ലഗി. ഇവിടെ അമ്മ എന്താ കുഞ്ഞുങ്ങളെ ഖുഷി എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് എന്താ തുള്ളിച്ചാവാൻ തുടങ്ങി. എന്താ കുഞ്ഞുങ്ങളെ അമ്മി ഖുഷി സെ കൂതിനെ ഫാംദനെ ലഗി എന്ന് വെച്ചാൽ അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. तो इसलिए उदास रहता था मेरा बच्चा എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അമ്മ തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ ഈ ഒറ്റപ്പടിയിലാണല്ലോ അതിനകത്ത് ഇല്ലേ സഞ്ചിക്കകത്ത് ഇരുന്ന്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ എന്താ അവൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഇരുന്നങ്ങ് ബോറടിച്ചില്ലേ, എനിക്ക് കൂട്ടുകാർ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ ആണ്ടെ ഈ അമ്മയാണിത് കേട്ടോ. എന്താ വേറെ കുറേ കൂട്ടുകാരുമായിട്ട് എന്താ ഡാൻസ് ആണല്ലേ അതവിടെ കൊടുത്തിരിക്കുന്നത്. തോ ഇസലിയെ ഉദാസ് എന്താ രഹത്താദ മേരാ ബച്ച അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ദുഃഖിതനായിരിക്കുന്നത് അല്ലേ. അവന് കൂട്ടുകാരനാരും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ദുഃഖിതനായിരിക്കുന്നത്. വോ ദേർ തക്ക് എന്താ കൂതുത്തി രഹി എന്നാണ്. അമ്മ കുറച്ചു നേരം കൂടി എന്താണ് ഇങ്ങനെ ഇത് കേട്ട് ചാടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്താ രഹി ചാടിക്കൊണ്ടേ അവിടെ കടന്ന് ചാടിക്കൊണ്ടേയിരുന്നു എന്നാണ് കേട്ടോ. അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക അത്രയുണ്ട്. അടുത്ത നോക്കൂ നിങ്ങളെ അവിടെ കുറേ എണ്ണത്തിൻ്റെ പേര് ഉണ്ട് കേട്ടോ. കുറേ എണ്ണം അവിടെ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് നമുക്കറിയാമല്ലോ. നോക്കൂ നിങ്ങളെ അടുത്ത ഓക്കെ രു അബ് ടൈമാണ്. ടൈം ആ ഗയാ ബച്ച ഇപ്പോൾ സമയമായി കുഞ്ഞേ നിൻ്റെ എന്താ ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം തന്നെ കുഞ്ഞുങ്ങളെ. അബെന്ന് വെച്ചാൽ ഇപ്പോൾ നിൻ്റെ സമയമായി. ടൈം ആ ഗയാ ബച്ച കുഞ്ഞേ ഇപ്പോൾ നിൻ്റെ സമയമായി. അമ്മിക്ക് ഗോദ് സെ നിക്കലോം ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനായോ. അമ്മയുടെ ഗോദ് എന്ന് വെച്ചാൽ ഇവിടെ അമ്മയുടെ ആ മടിത്തട്ടിൽ നിന്നും അമ്മയുടെ എന്താ സഞ്ചി അല്ലേ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്നും ഇറങ്ങി പുറത്തു പോയി നീ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ. ദോസ്തെന്ന് വെച്ചാൽ കൂട്ടുകാര്. നീ ഇതിനകത്തിൽ തന്നെ ഇരിക്കാതെ വെളിയിലൊക്കെ പോയി നീ കൂട്ടുകാരനെ ഉണ്ടാക്കുക. നീ എപ്പോഴും ഇതിനകത്ത് കയറി പാത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടുകാരെ കിട്ടുന്നത് അല്ലേ. നമ്മളൊക്കെ അങ്ങനല്ലേ എപ്പോഴും മുറിക്കകത്ത് അടച്ചിട്ട് അമ്മയുടെ അച്ഛൻ്റെയോ ഫോണും വെച്ച് കുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുമോ? ഇല്ല. എന്താ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി അല്ലേ മുറ്റത്തൊക്കെ ഒന്ന് നിന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുമ്പോഴേ ഉള്ളൂ അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ടോ എന്ന് അറിയത്തുള്ളൂ അല്ലേ. അതാ പറഞ്ഞേ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് എന്താ ഗോദസേ കേട്ടോ ഗോന്ന് തന്നെയല്ലേ ഗോദസേ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി നീ എന്താ ബാഹർ എന്ന് വെച്ചാൽ പുറത്ത് പോയി. ദോസ്ത് ബനാവോ നീ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്ക്. നീ പുറത്ത് പോയി കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്ക് അല്ലേ എന്ന് നമ്മൾ പറയത്തില്ലേ. രുരുനെ തോട ഠർത്തെ ഹുയേ ചിച്ച് കഥേ നോക്കണുണ്ട്. ചിച്ച് കഥേ ഹുയേ ഹൗലേ സേ അമ്മിക്ക് ജേബ് സേ സിർ ബാഹർ നിക്കാല. എന്തുവാ നേ തോട രുരു നേ തോട എന്താണ് നോക്കി ഞങ്ങളെ എന്തുവാ ടെർത്തേ ഹുയേ എന്ന് വെച്ചാൽ കുറച്ച് തോടാന്ന് വെച്ചാൽ കുറച്ച് ഭയന്നുകൊണ്ട് എന്ന് വെച്ചാൽ ഇതുവരെ അത് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പം പെട്ടെന്ന് നമ്മളൊരു ആകാശം കാണാൻ പോവുക അല്ലേ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ അപ്പം ഇതൊക്കെ അതിൻ്റെ ആ ഒരു പേടിയോടുകൂടി അല്ലേ. തോട എന്താ കുറച്ച് ഇവിടെ ഡർത്തേ ഹുയേ പേടിച്ച് എന്താണ് ഇവിടെ ചിച്ച് കത്തേ ഹുയേ. ചിച്ച് കത്തയെന്ന് വെച്ചാൽ ഇവിടെ മടിയോടെ നമ്മളോട് പുസ്തകം എടുക്കാൻ പറയുമ്പോൾ ഒരു ചിച്ച് കത്തയുണ്ടല്ലോ ഇല്ലയോ. പോയിരുന്ന് പഠിക്കടി എന്ന് പറയുമ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിച്ച് കഥ ഇല്ലേ എന്ന് വെച്ചാൽ മടി പോയി എടുത്തുകൊണ്ട് വരാനുള്ള അല്ലേ. അത് തന്നെ ചിച്ച് കഥ മടിയോടെ. പിന്നെ മെല്ലെ എന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ അമ്മയുടെ സഞ്ചിയിൽ നിന്നും എന്താ കുഞ്ഞുങ്ങളെ മെല്ലെ എന്ത് ചെയ്തു അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല സിർ ബാഹർ നിക്കാല തല പുറത്തേക്ക് ഇട്ടു എന്നാണ് കേട്ടോ. കുറച്ച് ഭയന്നുകൊണ്ടാണെങ്കിലും മടിയോടെ മെല്ലെ അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടു. പിന്നോ ദുനിയ കിത്തനി ബെഡീതി ലോകം ഇത്ര വലുതായിരുന്നോ. കിത്തനി ബെഡി എന്ന് വെച്ചാൽ വലുത് ബെഡ് അല്ലേ. ബെഡാ വലുത് ബെഡി വലുതായിരുന്നോ അല്ലേ. കിത്തനി സുന്ദർ ഇത്രയും മനോഹരമായിരുന്നോ. കിത്തനി സാരേ രംഗ് നോക്കി എത്ര കളറുകളാ
ഏതൊക്കെ തരത്തിലുള്ള കളറായില്ലേ. ആവാസേ മുമ്പ് നമ്മൾ പറഞ്ഞു, ആവാസം എന്ന് വെച്ചാൽ ശബ്ദങ്ങൾ. എന്തൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളാ. കിത്തനി ഖുശ്ബു, എന്തോ നല്ല മണങ്ങളൊക്കെ ആയി വെളിയിലല്ലേ. ഇതുവരെ അമ്മയുടെ സഞ്ചിക്കകത്ത് കയറി പാത്തിരുന്ന ആ കൊച്ച് വെളിയിലോട്ട് തല വെളിയിലോട്ടിട്ട് ഇങ്ങനെ ഇച്ചിരി നേരം വെളിയിലോട്ട് ഇങ്ങനെ ഇച്ചിരി തല നല്ലതുപോലെ വെളിയിലോട്ട് ഇങ്ങനെ ഇരുന്നപ്പം എന്തൊക്കെയാണ് നിങ്ങളെ കണ്ടത്? ലോകം എത്ര വലുതാണ് അല്ലേ, എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്, ഇത്രയധികം നിറങ്ങളുണ്ട് നമുക്ക് ചുറ്റും അല്ലേ. പിന്നോ ശബ്ദങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളാ. എന്ത് നല്ല മണങ്ങളൊക്കെ അടിക്കുന്നത് അല്ലേ. രൂരു നല്ല ആശ്ചര്യത്തോടെ ഇങ്ങനെ പറയുകയാണ്, ഇതൊക്കെ ദുനിയാ കിത്തനി ബെഡീതി, കിത്തനി സുന്ദർ, കിത്തനെ സാരേ രംഗ്, ആവാസയും കിത്തനി ഖുശ്ബു അല്ലേ. എന്തെല്ലാമാ. എന്നാ പിന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ എന്നായിരിക്കും ഇല്ലേ. അടുത്ത പേജ് നമ്പർ 24, അതിൻ്റെ അപ്പുറത്തെ പേജ്. ഞാനിത് മൊത്തം എഴുതിയിട്ടില്ല, പേടിക്കണ്ട കേട്ടോ, ഇതെല്ലാം രണ്ടാമത്തെ പാർട്ടി തരാം. അടുത്ത പേജ് നോക്കൂ നിങ്ങളെ, ഇതും കൂടെ ഉള്ളൂ. പാർ രൂരു സഹം കേട്ടോ, സഹം തന്നെയാണോ? ഓക്കെ, സഹം ഗയ. പക്ഷേ രൂരു തല വെളിയിലോട്ടിട്ടതെല്ലാം കണ്ടപ്പോൾ പെട്ടെന്നങ്ങ് സഹം ഗയാന്ന് വെച്ചാൽ പകച്ചുപോയി. എൻ്റെ ദൈവമേ, ഇത് എന്തൊക്കെയാ അല്ലേ. ഇത്രയൊക്കെയാന്ന് പറഞ്ഞപ്പോഴും ഇവന് പെട്ടെന്നങ്ങ് പേടിച്ചുപോയി, പകച്ചുപോയി. ഇത്തനി ബെഡി ദുനിയാദി ബാഹർ, ഇത്രയും വലിയ ലോകമായിരുന്നോ ഈ പുറത്ത്. ഇത്തനി ബെഡി ദുനിയാദി ബാഹർ, ദൈവമേ ഇത്രയും വലിയ ലോകമായിരുന്നോ. ഇതുവരെ ഞാനിത് അകത്ത് കയറി ഇരിക്കുമായിരുന്നു അല്ലേ. അമ്മി കങ്കാരു തോടി ദേർത്തോ സബ്ര കിയരഹി. ഈ അമ്മീന്ന് വെച്ചാൽ ഇവിടെ അമ്മയാട്ടോ. കങ്കാരു തോടി കുറച്ച് നേരം കുഞ്ഞുങ്ങളെ സബ്ര ക്ഷമയോടെ നിന്നിട്ട്. ഈ അമ്മ കങ്കാരു കുറച്ചു നേരം ക്ഷമയോടെ നിന്നു. ഫിർ ഹൽക്കെ സേ ഥബ്കി ഥി, പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ മൃദുവായിട്ട് അതിൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ മേളിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അതിൻ്റെ തോളിൽ അല്ലേ ഇങ്ങനൊന്ന് തട്ടി. എന്നിട്ടോ ഫിർ രൂക്കോ ഖുദ് ജേബ് സേ നിക്കൽനേക്ക് കോശിച്ച് കർത്തെ ദേഖ്നെ ലഗി. പിന്നെ ഈ രുരു സ്വയം എന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ, ജേബ് മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, കങ്കാരുവിൻ്റെ സഞ്ചി. ഖുദെന്ന് വെച്ചാൽ സ്വയം, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ. ജബസേ നിഖൽനേക്ക്, ആ കങ്കാരു സഞ്ചിയിൽ നിന്നും പുറത്ത് കടക്കാൻ, കോശിച്ചെന്ന് വെച്ചാൽ പരിശ്രമിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിന്നപ്പോൾ ആ അമ്മ തോളി വന്ന് തട്ടിയപ്പം ഇച്ചിരി നേരം പേടിച്ചൊക്കെ നിന്നെങ്കിലും പിന്നെ ഈ രുരു എന്തുവെന്നറിയോ, കുറച്ച് എടുത്ത് വെളിയിൽ ചാടാനുള്ള ഒരു ശ്രമമുണ്ടായി അല്ലേ. നമുക്ക് വെളിയിൽ ഇറങ്ങി ഇച്ചിരി നേരം ഒന്ന് നിൽക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ അമ്മ എടുത്തുണ്ടല്ലോ ചാടി ഇതിനകത്ത് കയറി ഇരിക്കാമല്ലോ അല്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടല്ലേ. രുരു സ്വയം കങ്കാരു ഇതിൻ്റെ സഞ്ചിയിൽ നിന്നും പുറത്ത് കടക്കാൻ കോശിച്ചെന്ന് വെച്ചാൽ പരിശ്രമിച്ചു നോക്കാൻ തുടങ്ങി. ദേഖിനയിലേക്ക് നോക്കാൻ തുടങ്ങി കേട്ടോ. ആഖിർ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ, ആഖിറി അല്ല കേട്ടോ. ആഖിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം. രൂരു ജേബസെ ബാഹർ നിക്കല്ല എന്ന് വെച്ചാൽ രൂരു ജേബസെ ബാഹർ നിക്കല എന്ന് വെച്ചാൽ രൂരു സഞ്ചിയിൽ നിന്നും പുറത്ത് ചാടി. ചാടി അവിടെ നിൽക്കട്ടെ അല്ലേ, ചാടി അവിടെ വെളിയിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടാമത്തെ പാർട്ടിന് നമുക്ക് എന്തെങ്കിലും വേണ്ടേ. ഒന്നാമത്തെ പാർട്ടി ഇതെല്ലാം കൂടെ തീരത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഹിന്ദി നമുക്ക് രണ്ടാമത്തെ പാർട്ടി നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ടി ഇടാം. അപ്പോൾ ഈ ഇട്ടതിൽ നിന്നും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇത്രയും വായിച്ചല്ലോ അല്ലേ, ഈ വായിച്ചതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ. थैली से सिर बाहर निकलने पर रूरू ने क्या देखा. ഈ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടപ്പോൾ ഈ റൂറു എന്നോ പറയാം കേട്ടോ. റൂറു എന്നോ രൂരു എന്നോ അല്ലേ. രൂരു എന്താണ് കണ്ടത്? നിങ്ങളെ കണ്ടേ? സ്വന്തമായിട്ട് എഴുതാൻ അറിയാമെന്നവർ അങ്ങനെ എഴുതുക, ഇല്ലാത്തവർ നോക്കൂ നിങ്ങളെ. രൂരുനെ ജബ് അപ്പനി മാം കി थैली അല്ലേ സിർ ബാഹർ. രൂരു അതിൻ്റെ അമ്മയുടെ സഞ്ചിയിൽ നിന്നും സിർ ബാഹർ തല പുറത്തേക്ക് ഇട്ടപ്പോൾ കുഞ്ഞുങ്ങളെ ഉസ്നെ ചാരവും സഞ്ചിയിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടപ്പോൾ, ചാരോ എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ചുറ്റുപാടിലാകെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉസ്നെ ചാരവും ഓർ എന്തൊക്കെയാ കണ്ടതെന്നാ നോക്കൂ കുഞ്ഞുങ്ങളെ. പഹാഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതിൻ്റെ എല്ലാം താഴെ മലയാളം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പർവ്വതങ്ങൾ. പഹാഡെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അറിയാൻ വയ്യാത്തവർ, ഒന്നാമത്തത് പഹാഡ് പർവ്വതങ്ങൾ കണ്ടു. പിന്നോ പേട് പൗതേ എന്ന് വെച്ചാൽ എന്താണ്? മരങ്ങൾ.
മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നിൽക്കുന്നത് അത് കണ്ടു. പിന്നെന്താ കണ്ടു കുഞ്ഞുങ്ങളെ? നീല ആകാശം കണ്ടു. എന്താ കണ്ടു? നീല ആകാശം കണ്ടു. ഓർ ഖുല വാതാവരണതേന, നല്ല പരന്ന പ്രകൃതി എന്നിവയവ കണ്ടു. എളുപ്പമല്ലേ? അറിയാൻ വയ്യാത്ത വാക്കുമല്ലോ ഉണ്ടോ കുഞ്ഞുങ്ങളെ? വായിക്കാമല്ലോ. രൂരൂനെ ജബ് അപ്പനി മാം കി, അല്ലേ? അമ്മയുടെ ഥൈലീസെ, അമ്മയുടെ കങ്കാരു അമ്മയുടെ ആ സഞ്ചിയിൽ നിന്നും സിർ ബാഹർ, സിർ എന്ന് വെച്ചാൽ തല, ബാഹർ എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇട്ടപ്പോൾ, അല്ലേ? തോ ഉസിനെ ചാരോം, ചാരോ എന്ന് വെച്ചാൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? ആ ചുറ്റുപാടിലാകെ എന്തൊക്കെ കണ്ടു കുഞ്ഞുങ്ങളെ? പഹാഡ്, അല്ലേ? പർവ്വതങ്ങൾ കണ്ടു. പേട് പൗതേ, മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ, അല്ലേ? ചെടികളും ഒക്കെ നിൽക്കുന്ന കണ്ടു. നീല ആകാശങ്ങൾ, അല്ലേ? നീലാകാശം കണ്ടു. ഖൂല വാതാവരണം, വാതാവരണം വെച്ചാൽ പ്രകൃതികളൊക്കെ കണ്ടു. ഏഹ് സബ് കുച്ച് ഉസ്കേലിയെ തഥ ഓർ രോമാഞ്ചക ഥ, ഇതെന്താ? ഇവയെല്ലാം അതിന് പുതിയതും അതിശയിപ്പിക്കുന്നതും ആയിരുന്നു. കണ്ട? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത്ര ഓക്കെ ആണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. നമുക്ക് ബാക്കി കഥ വായിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതാം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നല്ലതുപോലെ മനസ്സിലായി ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ കുഞ്ഞുങ്ങളെ. എല്ലാം ബോറാണെന്നുണ്ടെങ്കിൽ പോട്ടെ കേട്ടോ. ഓക്കെ ആണ് എന്തായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അതറിഞ്ഞിട്ട് വേണം നമുക്കിത് വേണോ വേണ്ട ഇത് തീരുമാനിക്കാൻ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.